അടുത്തിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിൽ രഹിതരായ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതായി ആരോപിച്ച് സമൂഹമാധ്യമങ്ങളിൽ വലിയൊരു വിമർശനമുയർന്നിരുന്നു. ഒരു കോടതി നടപടിക്കിടെ തൊഴിലില്ലാത്ത യുവാക്കളിൽ പലരുമാണ് സമൂഹമാധ്യമ RTI ആക്ടിവിസ്റ്റുകളായി മാറി സിസ്റ്റത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ വാക്കാലുള്ള പ്രയോഗം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ഒടുവിൽ ചീഫ് ജസ്റ്റിസിന് തന്നെ വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടിയും വന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തോടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് എക്സിൽ ഈ ആക്ഷേപഹാസ്യ അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത്. തങ്ങൾ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് മടിയന്മാരാണെന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പേജിന് വെറും 24 മണിക്കൂറിനുള്ളിൽ 15,000-ലധികം ഫോളോവേഴ്സിനെയാണ് നേടാനായത്. ഇപ്പോഴത് 20,000-വും കടന്ന് മുന്നേറുകയാണ്. എക്സിലെ പേജ് മാത്രമല്ല, ഒരു ഔദ്യോഗിക വെബ്സൈറ്റും ഇവർ ആരംഭിച്ചിട്ടുണ്ട്. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നാണ് വെബ്സൈറ്റിന്റെ മോട്ടോ. ഭരണത്തിൽ നിരാശരായ ആളുകൾക്കുള്ള ഒരു പ്രസ്ഥാനമായാണ് CJP സ്വയം അവതരിപ്പിക്കുന്നത്. അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് ഇതിനു പിന്നിൽ. അദ്ദേഹം നേരത്തെ ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ. 2020-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയിരുന്നതായും സൂചനയുണ്ട്. സാമൂഹിക പ്രവർത്തക അഞ്ജലി ഭരദ്വാജ്, തൃണമൂൽ കോൺഗ്രസ് എംപിമാരായ മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ്, മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആശിഷ് ജോഷി എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ CJPയെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പേജിനും വെബ്സൈറ്റിനും പുറമെ AI ഉപയോഗിച്ച് ഒരു ഗാനമടക്കം കോക്രോച്ച് പാർട്ടി പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ കോക്രോച്ച് പാർട്ടിയാണ്, നമ്മൾ കത്തുന്ന ഒരു നഗരത്തിന്റെ കുട്ടികളാണ് എന്നൊക്കെയാണ് വരികൾ.